നമസ്കാരം. ന്യൂസ് മലയാളത്തിന്റെ തുറന്ന ജനാധിപത്യ സംവാദ വേദിയായ പൊളിറ്റിക്കൽ മാസ് ഇന്നിപ്പോ മലപ്പുറം ജില്ലയിലാണുള്ളത്. മുസ്ലിം ലീഗിന്റെ നെടുങ്കോട്ടയായ മലപ്പുറം ജില്ലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് വിവിധ മുന്നണികൾ വയ്ക്കുന്ന പ്രതീക്ഷ എന്ന് നോക്കാം. കഴിഞ്ഞ തവണത്തേതുപോലെയുള്ള ഒരു പ്രകടനത്തിന് ഇടതുമുന്നണിക്ക് കഴിയുമോ എന്ന് നോക്കാം. എന്തെല്ലാമാണ് NDAയുടെ പ്രതീക്ഷകൾ എന്ന് നോക്കാം. ഇന്നിപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് UDFന്റെ പ്രതിനിധിയായി മുജീബ് കാടേരിയാണ്. LDFന്റെ പ്രതിനിധിയായി N പ്രമോദ് ദാസ് ഉണ്ട്. NDAയുടെ പ്രതിനിധിയായി അഡ്വക്കേറ്റ് അശോക് കുമാർ അല്പസമയത്തിനകം എത്തിച്ചേരും. നമ്മൾ നേരിട്ട് മുജീബ് കാടേരിയിലേക്കാണ് പോകുന്നത്. ശ്രീ മുജീബ് കാടേരി, താങ്കളിൽ നിന്ന് തുടങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമല്ലോ. തീർച്ചയായും മലപ്പുറം ജില്ല കഴിഞ്ഞ തവണ LDF തൂത്തുവാരിയ കേരളം നമുക്ക് മുന്നിൽ നിൽക്കുമ്പോൾ മലപ്പുറം ജില്ല ലീഗിൻ്റെ കയ്യിൽ സുരക്ഷിതമായിരുന്നു. ഇത്തവണ ആ നിലയ്ക്കുള്ള ഒരു സാഹചര്യമാണോ, അതോ കഴിഞ്ഞ തവണ LDF കൊണ്ടുപോയ സീറ്റുകൾ കൂടി പിടിച്ചെടുക്കുമോ? എന്തുകൊണ്ട് ഇത്തവണ ലീഗ് ഇവിടെ വിജയിക്കണം? ഇവിടെ പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണ മലപ്പുറം ജില്ലയിൽ കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായി ഐക്യജനാധിപത്യ മുന്നണി വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ള ജില്ലയാണ്. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പ് മാത്രമല്ല നമ്മൾ പരിശോധിക്കേണ്ടത്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വന്നിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും, അത് ലോക്സഭാ തെരഞ്ഞെടുപ്പാവട്ടെ, ശേഷം വന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാവട്ടെ, നിലമ്പൂരിൽ വന്ന ഉപതെരഞ്ഞെടുപ്പാവട്ടെ, മലപ്പുറം ജില്ലയിൽ ഇതിനു മുമ്പുണ്ടായിരുന്നതിനേക്കാൾ വലിയ മുന്നേറ്റമാണ് ഐക്യജനാധിപത്യ മുന്നണിയും മുസ്ലിം ലീഗും നേടിയെടുത്തത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരും പൊന്നാനിയും തവനൂരും താനൂരും LDFന് കിട്ടിയിരുന്നുവെങ്കിൽ അതിനുശേഷം വന്ന ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ശ്രീ ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ വിജയിക്കുകയുണ്ടായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വർഷം മുമ്പുണ്ടായിരുന്ന ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിനേക്കാൾ ഉയർന്ന രാഷ്ട്രീയ സാഹചര്യം ഐക്യജനാധിപത്യ മുന്നണിക്കും മുസ്ലിം ലീഗിനും ഉണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ ചരിത്രത്തിലൊരു അപൂർവ റെക്കോർഡ് മലപ്പുറം ജില്ല നൽകി. 100% സീറ്റിലും, അതായത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷമെന്ന ഒന്നില്ല. മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ മാത്രമല്ല, മലപ്പുറം ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്തുകളിലും പല ഗ്രാമപഞ്ചായത്തുകളിലും ഇത് തന്നെയാണ് സ്ഥിതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയമായി വലിയൊരു ഗ്രോത്ത് സൃഷ്ടിച്ചിട്ടുള്ള, വലിയ മുന്നേറ്റം സൃഷ്ടിച്ചിട്ടുള്ള ഒരു 5 വർഷം കൂടിയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും കാലഘട്ടങ്ങൾ തമ്മിലുള്ള ഒരു അന്തരം എടുത്ത് നോക്കിയാൽ നമുക്ക് ഐക്യജനാധിപത്യ മുന്നണിക്ക് മുസ്ലിം ലീഗിന് മലപ്പുറം ജില്ലയിൽ നേടിയെടുക്കാനായത്. റൈറ്റ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 5 പഞ്ചായത്തുകൾ മാത്രമാണെന്ന് തോന്നുന്നു ഇടതുമുന്നണിക്ക് നേടാനായത്. അങ്ങനെ നോക്കിയാൽ വലിയ മുന്നേറ്റമാണ് തീർച്ചയായും ഇവിടെ ലീഗിന് UDFന് ഒക്കെ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യമാണോ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ? അത് രണ്ടും പാറ്റേൺ വ്യത്യാസമില്ലേ? ഏത് പാറ്റേൺ എടുത്ത് നോക്കിയാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥിതി എന്താണ്? 16 മുഴുവൻ നിയോജക മണ്ഡലത്തിലും നമുക്ക് ലീഡ് ചെയ്യാൻ കഴിഞ്ഞു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെയും റിസൾട്ട് അതുപോലെ തന്നെയാണ്. അത് ലോക്സഭയുടെ എടുത്ത് നോക്കിയാലും, നിയമസഭ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ നോക്കിയാലും, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ നോക്കിയാലും, ഏത് പാരാമീറ്റർ വെച്ച് നോക്കിയാലും ഏതെങ്കിലും ഒന്നിൽ താഴോട്ട് പോവുകയോ ഇടിവ് വരികയോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ചയാവാം. പക്ഷേ കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന മുഴുവൻ തെരഞ്ഞെടുപ്പിലും റെക്കോർഡ് മുന്നേറ്റമാണ് ഐക്യജനാധിപത്യ മുന്നണി മുസ്ലിം ലീഗും മലപ്പുറം ജില്ലയിൽ ഉണ്ടാക്കിയത്. അത് ഡാറ്റകൾ എടുത്ത് പരിശോധിച്ചാൽ വളരെ ലളിതമായി മനസ്സിലാക്കാവുന്ന യാഥാർത്ഥ്യമാണ്. റൈറ്റ്. ശ്രീ പ്രമോദ് ദാസ്, ഈ പറഞ്ഞതുപോലെ ഇടതുമുന്നണിക്ക് ഒരു 5-6 മണ്ഡലങ്ങളിലെങ്കിലും ഒരു മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം മുമ്പ് ഉണ്ടായിരുന്നു. ആ നിലയ്ക്ക് തന്നെയാണ് പൊതുവെ പരിഗണിക്കപ്പെട്ടിരുന്നത്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെയും ഫലം നമ്മൾ പരിശോധിക്കുമ്പോൾ ആ നിലയ്ക്കൊരു പ്രകടനത്തിനുള്ള സാധ്യത തൽക്കാലം മലപ്പുറം ജില്ലയിൽ ഇല്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. എന്താണ് തോന്നുന്നത്? എന്തുകൊണ്ട് ഇടതുമുന്നണി മലപ്പുറം ജില്ലയിൽ കൂടുതൽ വിജയിക്കണം? ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ പൊതുവെയുള്ള വിലയിരുത്തൽ ശരിയല്ല. കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, അത് ഈ സംസ്ഥാനത്തിൻ്റെ സമസ്ത മേഖലയ്ക്കകത്തും ജനങ്ങളെ നന്നായി സ്വാധീനിച്ചിട്ടുണ്ട്. തീർച്ചയായും അതുകൊണ്ട് തന്നെ മൂന്നാമതും LDFൻ്റെ ഒരു ഭരണം സംസ്ഥാനത്ത് വരണം എന്നുള്ളതാണ് ഭൂരിഭാഗം ആളുകളും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മൂന്നാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിലേക്ക് ഒരു സംശയവുമില്ല. അത്തരമൊരു പശ്ചാത്തലത്തിൽ നമ്മുടെ ജില്ലയായ മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് LDFന് 4 സീറ്റാണ് ലഭിച്ചത്. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് മലപ്പുറം ജില്ല 2006 മലപ്പുറം ജില്ലയിലെ 12 അസംബ്ലി മണ്ഡലങ്ങളിൽ 5 ഇടതുപക്ഷവും 5 അതുപോലെ തന്നെ ലീഗും 2 കോൺഗ്രസുമാണ് ജയിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ വലിയ മുന്നേറ്റം 2006 തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ സാധിച്ചു. 2004 തെരഞ്ഞെടുപ്പിൽ സഖാവ് ഹംസാക്ക ലോക്സഭയിലേക്ക് ജയിച്ചു പോയതും ഇതേ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി പാർലമെൻറ്റ് മണ്ഡലത്തിലാണ്. അപ്പോൾ ഈ മലപ്പുറം ജില്ലയ്ക്കകത്തെ രാഷ്ട്രീയ സാഹചര്യം എല്ലായ്പ്പോഴും മുസ്ലിം ലീഗിന് അനുകൂലമല്ല എന്നുള്ളതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേരള സംസ്ഥാന നിയമസഭയിലേക്കാണ്.
നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയവും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയവും പഞ്ചായത്തിൻ്റെ രാഷ്ട്രീയവും ഒക്കെ വ്യത്യസ്തമായിട്ടാണ് മലപ്പുറം ജില്ലയിലെ ആളുകളും കേരള ജനങ്ങളെയും ആളുകൾ കാണുന്നത്. അപ്പോൾ വിശേഷിച്ചും കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനകത്ത് ഈ മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെയുള്ള വ്യാപകമായ കള്ളപ്രചാരവേലയാണ് മുസ്ലിം ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിശിഷ്യ SIR ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സാധാരണക്കാരായ വോട്ടർമാരുടെ വീടുകളിൽ ചെന്നുകൊണ്ട് നടത്തിയ പ്രചരണം ഒരു പരിധിവരെ അത് ജനങ്ങൾക്കിടയിലേക്ക് വരികയും അത് വോട്ടാക്കി മാറ്റുന്നതിനാവശ്യമായ ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. ഇപ്പോഴും ഇതേപോലെയുള്ള കള്ളപ്രചാരവേലകളാണ് ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വില കേന്ദ്ര ഗവൺമെൻറ് വർദ്ധിപ്പിച്ചാലും അതും ഇടതുപക്ഷമാണ് എന്ന രൂപത്തിലേക്കുള്ള വ്യാപകമായ പ്രചണ്ഡമായ രീതിയിലുള്ള പ്രചാരവേലകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതെല്ലാം തന്നെ ജനങ്ങൾ തള്ളിക്കളയും. കാരണം ഈ സംസ്ഥാനത്തിനകത്ത് 62 ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുത്ത ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഗവൺമെൻറ്. ഇപ്പം നിങ്ങൾ നോക്കൂ, 330 കോടിയോളം രൂപ സ്ത്രീകൾക്ക് ഇപ്പോൾ സർക്കാരിൻ്റെ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യം കൊടുത്തു കഴിഞ്ഞ് പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആശ്വാസകരമായ കാര്യങ്ങൾ ചെയ്യുന്ന ഈ ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ മലപ്പുറം ജില്ലയിൽ ഞങ്ങൾ മിന്നുന്ന വിജയം 2006 ഉള്ളതിനേക്കാൾ ഏറെ വിജയം ഈ മലപ്പുറം ജില്ലയിലെ പല മണ്ഡലങ്ങളിലും ഉണ്ടാകും. അത് തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണി കഴിഞ്ഞാൽ ബോധ്യപ്പെടുന്ന കാര്യമാണ്. ആ തരത്തിലേക്കാണ് മലപ്പുറം ജില്ലയിലെ പല മണ്ഡലങ്ങളിലും അതിശക്തമായ മത്സരമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ പല പൊന്നാപുരം കോട്ടകളും അടർന്നു വീഴും എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. റൈറ്റ്. ശ്രീ അശോക് കുമാർ, ഇത് NDA സംബന്ധിച്ചിടത്തോളം അങ്ങനെ വലിയ അത്ഭുതങ്ങൾ കാഴ്ചവെക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുള്ള ഒരു ജില്ലയല്ല മലപ്പുറം ജില്ല. ആരെയും വിജയിപ്പിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ ഈ ഘട്ടത്തിലുണ്ട് എന്ന് പൊതുവേ നമ്മൾ ഇപ്പോൾ ചർച്ചയിൽ നേതാക്കന്മാർ പറയുമായിരിക്കും. അതിനപ്പുറത്ത് പറയുന്ന ഒരു സാഹചര്യമില്ല. പക്ഷേ എന്താണ് മലപ്പുറം ജില്ല NDAയോട് ചെയ്യേണ്ടത്? അതെ, കേരളത്തിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയമാണല്ലോ ഇത്. മലപ്പുറം ജില്ലയ്ക്ക് അപ്പുറത്തേക്കാണ് ഇതിനെ ഞങ്ങൾ നോക്കിക്കാണുന്നത്. കേരളം മാറുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവില്ല. കേരളത്തിൻ്റെ പൊതുവായ ഒരു സ്വഭാവം സാധാരണഗതി സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ ഇന്ന് വരെ, ഇപ്പോൾ നമുക്കറിയാം നെഹ്റുവിൻ്റെ പ്രതാപകാലത്ത് കോൺഗ്രസിന് വലിയ സ്വാധീനം ഉണ്ടായിരുന്ന കാലത്ത് EMSനെ അധികാരത്തിൽ കൊണ്ടുവന്നു. ദേശീയ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് വിരുദ്ധമായ നിലപാടെടുത്ത കേരളം പിന്നെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധി അധികാരത്തിൽ കൊണ്ടുവന്നു. വാജ്പേയി സർക്കാരിനെ പിന്തുണയ്ക്കാൻ കേരളത്തിൽ നിന്ന് ആരും ഉണ്ടായിരുന്നില്ല. 1ഉം 2ഉം മോദിയും സർക്കാരിനെ പിന്തുണയ്ക്കാനും കേരളത്തിൽ നിന്ന് ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ 2024 നരേന്ദ്രമോദി സർക്കാരിനെ പിന്തുണയ്ക്കാൻ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനത്ത് നിന്ന് സുരേഷ് ഗോപിയെ പറഞ്ഞയച്ചതാണ് കേരളം. അപ്പോൾ ആ സമയത്ത് ഈ പറയുന്ന ഇടതുപക്ഷത്തിന് EMSൻ്റെ പാർട്ടിക്ക് ഒരു MP, നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കാനും കേരളത്തിൽ നിന്ന് ഒരു MP, രണ്ടുപേരും തുല്യരാണ്. പിന്നീട് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയ മാറ്റങ്ങൾ സാധ്യമായി. 4 പ്രധാനപ്പെട്ട കോർപ്പറേഷനുകളിൽ തലസ്ഥാന നഗരിയുടെ ഭരണം കേരളത്തിലെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയെ ഏൽപ്പിച്ചു. കമ്മ്യൂണിസ്റ്റുകാർക്ക് കിട്ടിയിട്ടുള്ളത് കോഴിക്കോട് മാത്രമാണ്. മേയർമാരുടെ കാര്യത്തിൽ CPMഉം BJPയും തുല്യമാണ്. ഞാൻ പറഞ്ഞത് കേരളം മാറുകയാണ്. അതുകൊണ്ട് മലപ്പുറം ജില്ല അടക്കമുള്ള ജില്ലകളിൽ മാറ്റമുണ്ടാവും. ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്താണ്? ഇവിടെ സൂഫി സുന്നി വിശ്വാസധാരയിൽപ്പെട്ട ആളുകളാണ് മലപ്പുറത്തെ ഭൂരിപക്ഷം വരുന്ന ന്യൂനപക്ഷ ജനത. ആ ന്യൂനപക്ഷ ജനതയാണ് അപകടത്തിലായിരിക്കുന്നത്. അവരെ കാർന്നു തിന്നുന്ന, ഇസ്ലാമിനെ കാർന്നു തിന്നുന്ന ക്യാൻസർ ആയിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമി. അത് കാശ്മീരിൻ്റെ സാഹചര്യം നമുക്കറിയാം. കാശ്മീരിൽ 53 സെപ്പറേറ്റ് ചെയ്തു പോയ ജമാഅത്ത് ഇസ്ലാമി 86 ആയപ്പോഴേക്കും സ്വാതന്ത്ര്യം കിട്ടി. അത്രയും വർഷം 86 വരെ ഹിന്ദുവും മുസൽമാനും ഒന്നിച്ച് താമസിച്ചു കാശ്മീരിൽ. പക്ഷേ ജമാഅത്ത് ഇസ്ലാമി അവിടെ ചെന്ന് സൂഫി സുന്നി വിശ്വാസത്തെ തകർത്ത് അതിൻ്റെ ഉള്ളിൽ കയറി പ്രശ്നങ്ങളുണ്ടായി. കാശ്മീർ പ്രശ്നകലുഷിതമായി. എന്നതുപോലെ ജമാഅത്ത് ഇസ്ലാമി ഈ രാഷ്ട്രീയത്തിൽ കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് മലപ്പുറം ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. ഈ രാഷ്ട്രീയം ആദ്യം അപകടപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ ഇസ്ലാമിക രാഷ്ട്രീയത്തെയാണെന്ന് ഊന്നി പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ആദ്യത്തെ അപകടം ഞങ്ങൾക്കൊന്നുമല്ല, സംഘപരിവാറിനോ BJPക്കോ ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തെ ഒന്നുമല്ല അപകടപ്പെടുത്താൻ പോകുന്നത്, ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയം. ഇത് പുതിയ കാര്യമൊന്നുമല്ല. ഇപ്പോൾ UDF എന്നാണല്ലോ ഇവിടെ പറയുന്നത്. UDF അല്ല, ഈ UDF തന്നെ MDF എന്നായിരുന്നു അന്ന് ജമാഅത്ത് ഇസ്ലാമി കാശ്മീരിൽ ഉണ്ടാക്കിയ രാഷ്ട്രീയത്തിൻ്റെ പേര്, മുസ്ലിം യുണൈറ്റഡ് ഫ്രണ്ട്.
ഇവിടുത്തെ UDF ഐക്യ ജനാധിപത്യ മുന്നണി ഇതിനെ UDFനെ MDF ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വണ്ടൂരിൽ കൺവെൻഷൻ, മലപ്പുറം ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ജമായത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ സതീശൻ്റെ കോൺഗ്രസിനെ, നമ്മുടെ മുസ്ലിം ലീഗിനെ വിജയിപ്പിക്കാൻ വേണ്ടി കൺവെൻഷൻ നടക്കുകയാണ്. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മലപ്പുറം ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. മലപ്പുറം ജില്ലയിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടോ? കാരണം നേരത്തെ ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗിലേക്ക്, സമസ്തയിലേക്കും ഒക്കെ അവരുടെ ആശയത്തെ അങ്ങനെ പ്രസരിപ്പിക്കുന്നു എന്നുള്ള ആരോപണം നേരത്തെ CPIM ഉന്നയിച്ചിരുന്നു. ആഭ്യന്തരമായി തന്നെ ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. ആ നിലയ്ക്കുള്ള വാർത്താ സമ്മേളനങ്ങളൊക്കെ നമ്മൾ കണ്ടതുമാണ്. പക്ഷേ ഇവരും പറയുന്നു, NDAയും പറയുന്നു അതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അങ്ങനെയുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലും മലപ്പുറത്തിൻ്റെ രാഷ്ട്രീയത്തിലൊക്കെ എത്രമാത്രം പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഐക്യ ജനാധിപത്യ മുന്നണിയിലെ കക്ഷികൾ, മുഖ്യ കക്ഷിയായിട്ടുള്ള കോൺഗ്രസും മുസ്ലിം ലീഗും തന്നെ ധാരാളമായി മലപ്പുറം ജില്ലയിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് നേരിടുന്നതിനും വിജയിക്കുന്നതിനും തികഞ്ഞ രാഷ്ട്രീയ പാർട്ടികളാണെന്ന് എല്ലാവർക്കും അറിയുന്ന യാഥാർത്ഥ്യമാണ്. മറ്റൊരു കാര്യം, UDFൻ്റെ മുന്നണിയുടെ ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങുകളിലോ സംവിധാനങ്ങളിലോ ഒന്നും ഒരിടത്തും ജമാഅത്തെ ഇസ്ലാമി ഉണ്ട് എന്ന് UDFൻ്റെ നേതാക്കന്മാരോ ഈ പറയപ്പെടുന്നത് പോലെ മുസ്ലിം ലീഗ് നേതാക്കന്മാരോ ഒരിടത്തും സംബന്ധിച്ചിട്ടില്ല. ജമാഅത്ത് ഇസ്ലാമി അത്തരത്തിലുള്ളൊരു അവകാശം അത് ഉന്നയിച്ചിട്ടുമില്ല. എങ്കിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ തെരഞ്ഞെടുപ്പിൽ ചില അപകടങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് വേങ്ങര നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിച്ചിരുന്ന വ്യക്തി SDP-യുടെ കാൻഡിഡേറ്റ് ആയിരുന്നു. അദ്ദേഹം തന്നെ എപ്പോഴും പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു നേട്ടം, ഞാൻ 11,000-ഓളം വോട്ട് പിടിച്ചു എന്നുള്ളതാണ്. SDP അവകാശപ്പെടുന്നത് 7,000 വോട്ട് അവർക്ക് ആ നിയോജക മണ്ഡലത്തിലുണ്ട് എന്നുള്ളതാണ്. സത്യത്തിൽ SDPI കഴിഞ്ഞ വർഷം നിർത്തി സ്വതന്ത്രനായി നിന്നിരുന്ന കാൻഡിഡേറ്റ് ഈ വർഷം LDFൻ്റെ കാൻഡിഡേറ്റാണ്. അപ്പോൾ അവിടെ SDP-യുടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുമില്ല. SDP-യുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന ആൾ 5 വർഷത്തിന് ശേഷം അവിടെ LDFൻ്റെ സ്ഥാനാർത്ഥിയാവുകയും SDP സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കുകയും ചെയ്യുക വഴി യഥാർത്ഥത്തിൽ അവിടെ എന്താണ് SDP-യുടെ നിലപാട് എന്നുള്ളതാണ് ലളിതമായി മനസ്സിലാക്കാവുന്ന ഒരു യാഥാർത്ഥ്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ NDAയെ സംബന്ധിച്ചിടത്തോളം CPM-നെ സംബന്ധിച്ചിടത്തോളവും രാഷ്ട്രീയമായി നിലനിൽപ്പില്ലാത്തതിൻ്റെ പുറത്തിൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള മുസ്ലിം സമുദായത്തിനിടയിൽ മുസ്ലിം ലീഗ് എന്നും എടുത്തിട്ടുള്ളൊരു മതേതരത്വത്തിൻ്റെ കാഴ്ചപ്പാടുണ്ട്, ഒരു പ്രോഡക്റ്റീവ് പൊളിറ്റിക്സ് ഉണ്ട്. എന്നാൽ എക്കാലഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള സംഘടനകളെല്ലാം രൂപം ചെയ്യുന്നത് ഉൾപ്പെടെ തുടങ്ങി പരിപോഷിപ്പിക്കുകയും ആ പ്രവർത്തനങ്ങൾക്കൊപ്പം നിൽക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണ് ഈ പറയുന്ന. പക്ഷേ അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതെല്ലാം നമ്മളിങ്ങനെ ഈ വാർത്തയിലൂടെയും ഈ വാദപ്രതിവാദങ്ങളിലൂടെയും നമ്മളിങ്ങനെ പോകുമായിരുന്നു. പക്ഷേ അപ്പോഴാണ് തമിഴ്നാട്ടിലെ മുന്നണി പ്രഖ്യാപനവും അവിടുത്തെ സീറ്റ് വിഭജനവും ഒക്കെ നമ്മൾ കാണുന്നത്. അവിടെ ലീഗും SDP-യും സഹകരിക്കുന്നുണ്ട്, CPIM-ഉം കോൺഗ്രസും എല്ലാം ഒരുമിച്ച് നിൽക്കുന്ന സാഹചര്യം അവിടെയുണ്ട്, തൊട്ടപ്പുറത്ത് അതിർത്തിക്ക് അപ്പുറത്ത്. തമിഴ്നാടിൻ്റെ രാഷ്ട്രീയം പൊളിറ്റിക്ക് ഈ പറയുന്ന പോലെ തമിഴ്നാട്ടിൽ നിന്നുള്ള MP-മാർ ഇപ്പോൾ അവിടെയുള്ള മുന്നണി എന്ന് പറയുന്നത് കോൺഗ്രസും മുസ്ലിം ലീഗും CPM ഒക്കെ ഉൾപ്പെടുന്ന മുന്നണിയാണ്. അല്ല, ആ മുന്നണിയിലുള്ള ഈ പറയുന്ന SDP-യും ഉൾപ്പെട്ടിട്ടുണ്ട്. പുതിയ ഒരു മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ടല്ലോ. SDP-യെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മലപ്പുറം ജില്ലയിലെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ അസന്നിഗ്ധമായിട്ട് മുസ്ലിം ലീഗിന് പറയാൻ കഴിയും. കാരണം തമിഴ്നാട്ടിലെ മുന്നണി രാഷ്ട്രീയം ഒന്ന് നിയന്ത്രിക്കുന്നതിൽ മുസ്ലിം ലീഗിന് എത്രമാത്രം സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാം. അല്ല, ഞാൻ കേരളത്തിൽ ഒരു സംവിധാനമാണ് SDP എങ്കിൽ അവിടെ സഹകരിക്കുന്നില്ലേ? അല്ല, ഞാൻ പറയുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ആരൊക്കെ ഉൾക്കൊള്ളും, സഹകരിക്കും തീരുമാനിക്കുന്നതിൽ മുസ്ലിം ലീഗിന് നിർണായകമായ റോളുണ്ട്. എന്നാൽ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് ബോധ്യമല്ല. പക്ഷേ എന്നിരുന്നാൽ പോലും അവിടെയുള്ളൊരു മുന്നണി രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നതിൽ മുസ്ലിം ലീഗിന് എത്രമാത്രം സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നുള്ളത് എല്ലാവർക്കും ബോധ്യമാവുന്നൊരു സംഗതിയാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ മുസ്ലിം ലീഗ് എന്നും എടുത്തിട്ടുണ്ട്. മുസ്ലിം ലീഗിന് ഏറ്റവും സ്വാധീനമുള്ള മലപ്പുറം ജില്ല അല്ലെങ്കിൽ കേരളത്തിൽ മലബാറിലൊക്കെയും മുസ്ലിം ലീഗ് എക്കാലഘട്ടങ്ങളിൽ നിന്നും മുസ്ലിം സമുദായത്തിൽ നിന്ന് ആളുകൾ അടർത്തി മാറ്റി ലീഗിന് സമാന്തരമായിട്ട് എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കാൻ കഴിയുമോ എന്നും പരീക്ഷിച്ചു നോക്കിയത് ഈ രാജ്യത്ത് CPM ഇടതുപക്ഷ കക്ഷികളാണ്. NDAയെ സംബന്ധിച്ചിടത്തോളം വർഗീയതക്കെതിരെ അവർ സംസാരിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? വർഗീയത മാത്രം പറഞ്ഞ്, വിഭാഗീയത മാത്രം പറഞ്ഞ് രാജ്യത്ത് വിധ്വംസക പ്രസംഗം മാത്രം നടത്തി ഇവരുടെ ഒരു ആസാമിലെ മുഖ്യമന്ത്രി ഇപ്പോൾ അവസാനം നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നറിയാം? ഇപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ. അദ്ദേഹം പറഞ്ഞത്, മിയാ മുസ്ലിങ്ങൾ ഓട്ടോറിക്ഷയിൽ കയറിയാൽ 5 രൂപ ചോദിച്ചാൽ 4 രൂപയെ കൊടുക്കാവൂ, 1 രൂപ കൊടുക്കുന്നതിന് പകരം അവരായിട്ട് കലഹം ഉണ്ടാക്കണം, ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. അത് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ് ഈ പറയുന്നത്. പരസ്യമായി പച്ച വർഗീയത പറയുക. ആരാണിവർ? ആസാമിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ മോസ്റ്റ് ബാക്ക്വേർഡ് മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ആസാമിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. സച്ചാർ റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്. അവരുടെ ജോലി തന്നെ എന്ന് പറയുന്നത് അവർ ഗവൺമെൻറ് ഉദ്യോഗ പങ്കാളിത്തത്തിലല്ലോ എന്ന് ചോദിച്ചത്. അവരുള്ളത് റിക്ഷാവലിക്കാരനും ഓട്ടോറിക്ഷക്കാരനുമാണ്. അവർ നിങ്ങളുടെ ഓട്ടോറിക്ഷയിൽ കയറുന്നുവെങ്കിൽ നിങ്ങൾ അവർ ചോദിച്ച തുക കൊടുക്കരുതെന്ന് പറയുന്നത് ആരാണ്? ഭരണഘടനയെ സാക്ഷി നിർത്തി
സത്യപ്രതിജ്ഞ ചെയ്തൊരു മുഖ്യമന്ത്രിയാണ്. അത്ര വലിയ കൊടിയ വിഭാഗീയതയും വർഗീയതയും രാജ്യത്ത് പടർത്തിക്കൊണ്ടുവരുന്നവർ ഇത്തരത്തിലുള്ള സൃഷ്ടിക്കപ്പെട്ട ഊഹാപോഹങ്ങളുടെ പിന്നിൽ സംസാരിക്കുന്നതിൽ എന്ത് ഔചിത്യമാണുള്ളത്? റൈറ്റ്. പക്ഷേ അവിടെയാണ് ഈ പ്രശ്നം. നമ്മൾ ആസാമിലെ ഉദാഹരണത്തിലേക്ക് പോകുന്നുണ്ട്. അവിടെ ഈ മട്ടിൽ ആണല്ലോ അവിടുത്തെ സാഹചര്യത്തിനൊപ്പിച്ച് അവർ ആ വർഗീയതയും വിഭാഗീയതയും അവിടെ പറയുന്നു. അതുപോലെ തന്നെയാണ് ഞാൻ ഈ തമിഴ്നാട്ടിന്റെ ഉദാഹരണം ചോദിച്ചത് കേട്ടോ. തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ മറ്റൊരു സഹകരണത്തിന്റെ തലമുണ്ടെന്നുള്ളത് കൊണ്ടാണ്. തമിഴ്നാട്ടിൽ ആ പറയുന്ന മുന്നണിയിൽ ഏതൊക്കെ കക്ഷികളുണ്ട്? അല്ല, അതിനകത്ത് കോൺഗ്രസ് ഉണ്ട്, CPIM ഉണ്ട്, CPI ഉണ്ട്. അതാണ്. അപ്പോൾ ഇതിന്റെയൊക്കെ ഒരു അടിസ്ഥാനം എന്താണ് ഈ ചർച്ചകളുടെ എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടിസ്ഥാനപരമായി തമിഴ്നാട്ടിലാണെങ്കിലും ഇന്ത്യയിൽ എവിടെയാണെങ്കിലും മുസ്ലിം ലീഗ് എടുത്തിട്ടുള്ളൊരു സമീപനം, കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ എടുക്കുന്ന ഒരു സമീപനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കേവല സംഘടിതമായ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് വർഗീയത ഉപയോഗിക്കുക എന്ന് പറയുന്നതിന് അസന്നിഗ്ധമായ നിഷേധ നിലപാടെടുക്കാറുള്ള പാർട്ടിയാണ് ഐക്യജനാധിപത്യ മുസ്ലിം ലീഗും. അതെടുത്തത് കൊണ്ടാണ് സത്യത്തിൽ ലീഗിന് ഇപ്പോൾ നേരത്തെ ഇവിടെ ഇദ്ദേഹം സൂചിപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പ് പരാജയമുണ്ട്. ലീഗ് ഏറ്റവും വലിയ പൊളിറ്റിക്കൽ സെറ്റ് ബാക്ക് നേരിട്ടത് എപ്പോഴാണെന്നറിയോ? ബാബരി മസ്ജിദ് തകർന്നപ്പോഴാണ്. സത്യത്തിൽ ആ വൈകാരികതയെ ഊതി വീർപ്പിച്ച് അതിന് മുസ്ലിം ലീഗ് അങ്ങനെ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഏറ്റവും വലിയ റിസൾട്ട് ഉണ്ടാക്കേണ്ടത് ബാബരി മസ്ജിദിന്റെ തകർച്ചയെ തുടർന്നാണ്. കാരണം എന്താണ്? വലിയ അൺസർട്ടനിറ്റി വരുന്നു, വലിയ അനിശ്ചിതാവസ്ഥയുണ്ട്. അതുകൊണ്ട് നമ്മൾ നേരിടേണ്ട രീതി ഇതല്ല എന്ന് തീവ്രമായി നിലപാടെടുത്തിരുന്നെങ്കിൽ മുസ്ലിം ലീഗിന് നഷ്ടം ഉണ്ടാവുമായിരുന്നില്ല. പക്ഷേ എല്ലാ തെരഞ്ഞെടുപ്പിന്റെയും തോൽവികളുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ തിരിച്ചടി ലീഗിന് നേരിട്ടത് ബാബരി മസ്ജിദിന്റെ തകർച്ചയെ തുടർന്നാണ്. കാരണം അന്ന് ലീഗ് ഒരു നിലപാടെടുത്തു, അവസാനത്തെ പള്ളി പൊളിക്കപ്പെട്ടാലും തെരഞ്ഞെടുപ്പിനോ രാഷ്ട്രീയത്തിനോ വേണ്ടി വർഗീയത കൊണ്ടുവരരുത് എന്നുള്ള നിലപാട്. അന്ന് അഭിനന്ദനായ പാണക്കാട് തങ്ങൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, ഒരു ക്ഷേത്രത്തിന്റെ ഓടിന് പോലും ഒരു തകർച്ച ഉണ്ടാവരുത് എന്നുള്ളത്. അന്ന് പറഞ്ഞു അൾട്രാ സെക്യുലറിസം ലീഗിൻ്റെ തന്നെ അതിന്റെ പകരമായി വന്ന സംഘടനകളാണ് ഇവരൊക്കെ. അന്ന് ലീഗിനെ പകരമായി കൊണ്ടുവന്ന് ഇവർ പ്രോത്സാഹിപ്പിച്ച് ഇവർ മുന്നണിയുടെ ഭാഗമാക്കിയ സംഘടനകളാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിൽ കേവലമെങ്കിലും നിൽക്കുന്ന ഇടതുപക്ഷത്തിന്റെ നാമമാത്രമായിട്ടുള്ള മുസ്ലിം നാമധാരികളായിട്ടുള്ള നേതാക്കൾ. മറുപടിയിലേക്ക് അതായത് ഈ വേങ്ങരയിലെ കാര്യത്തിലാണ് ഇപ്പൊ നമ്മൾ പല ജില്ലകളിലും ചർച്ചകളിൽ പോകുമ്പോൾ വേങ്ങര അവിടെ ഒരു വിഷയമാണ്. നമ്മൾ മലപ്പുറത്ത് നിൽക്കുമ്പോൾ വേങ്ങര പറഞ്ഞു പോകണമല്ലോ. എന്താ സംഭവിക്കുന്നത്? വേങ്ങര തെരഞ്ഞെടുപ്പിൽ അവിടെ LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഭാകർ, അദ്ദേഹം നേരത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. അതിൻ്റെ ആ സ്ഥാനാർത്ഥി ലിസ്റ്റും ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കാണാവുന്ന കാര്യമാണ്. വേണമെങ്കിൽ തെളിവ് ഡോക്യുമെൻ്റ് ഹാജരാക്കാം. അതല്ലാതെ SDFന്റെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം എവിടെയും പറഞ്ഞിട്ടില്ല. അദ്ദേഹം 5 വർഷക്കാലമായി വേങ്ങര മണ്ഡലത്തിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ക്ഷേമകരമായ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ വേങ്ങര പോയി കഴിഞ്ഞാൽ അവിടെ സഭാസ്കാരം നിങ്ങൾ കണ്ടറിയില്ല. എല്ലാ നാനാജാതി വിഭാഗം ആളുകളും SDPI ആയിട്ട് കോംപ്രമൈസ് അവിടെ ഇല്ലല്ലോ. അതിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു ഞങ്ങൾ ഇടതുപക്ഷം. കാരണം മലപ്പുറം ജില്ലയുടെ സാഹചര്യത്തിൽ പലപ്പോഴും ഞങ്ങൾ ഇടതുപക്ഷം ഇത്തരത്തിലേക്കുള്ള ആളുകളെ പിന്താങ്ങിയിട്ടുണ്ട്. ഹംസാക്ക 1982 നിലമ്പൂർ ജയിക്കുമ്പോൾ DCC പ്രസിഡന്റായിരുന്നു. അദ്ദേഹം രാജിവെച്ച സമയത്ത് നമ്മൾ പിന്തുണ കൊടുത്തു. അദ്ദേഹം ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. ശ്രീ KT ജലീൽ ഉൾപ്പെടെയുള്ള ആളുകൾ, മഞ്ഞളാംകുടി അലി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ മലപ്പുറം ജയിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് അത്തരത്തിലേക്കുള്ള രാഷ്ട്രീയ സാഹചര്യത്തിനകത്ത് പാർലമെൻ്ററി സംവിധാനത്തിനകത്ത് കൂടുതൽ വോട്ട് സമാഹരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ വേങ്ങര സഭാകരനെ ഞങ്ങൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് പിന്തുണയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. മംഗളിൽ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ചില പ്രത്യേക മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഈ നാടിൻ്റെ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ആവശ്യമായ പിന്തുണ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ SDPI അല്ല. നേരത്തെ പറഞ്ഞത് ഇവിടെ വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലീഗാണ് സംഭി ചെയ്യുന്നത്. വർഗീയ ശക്തികളുമായി ലീഗാണ് യോജിപ്പിക്കുന്നത്. 91 ബേപ്പൂരിലെ തെരഞ്ഞെടുപ്പിനകത്ത് ഹംസാക്കെ പരാജയപ്പെടുത്താൻ മാധവൻകുട്ടിക്ക് പിന്തുണ കൊടുത്തത് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി ഉമ്മർ പാണ്ഡ്യശാല നോമിനേഷൻ വിഡ്രോ ചെയ്തുകൊണ്ട് പിന്തുണ കൊടുക്കുകയാണ്. അവിടെ രത്നസിംഗ് മത്സരിക്കുന്നത് 40ഓളം മണ്ഡലങ്ങൾ രഹസ്യമായി ഈ ഡീലുണ്ടാക്കിയ പാർട്ടിയാണ് കോൺഗ്രസും UDF പിന്നെ ലീഗും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ നിരന്തരമായി. എന്തിനാണ് ഇവിടെ ഞാൻ സുരേഷ് ഗോപി ജയിച്ചത് പറഞ്ഞല്ലോ. സുരേഷ് ഗോപി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്ത് 1 ലക്ഷത്തോളം വോട്ടാണ് കഴിഞ്ഞ 5 വർഷക്കാലം മുമ്പ് കിട്ടിയ വോട്ട് കുറഞ്ഞത്. 1 ലക്ഷത്തോളം വോട്ട്. അത് നേരെ പോയത് NDAക്കാണ്. അപ്പൊ ജയിപ്പിച്ചതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഈ നാടിനകത്ത് കോൺഗ്രസിനാണ്. റൈറ്റ്. ഈ വികസന പ്രശ്നങ്ങൾക്ക് അപ്പുറത്ത്, കാരണം ഇപ്പൊ വികസനം പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നു. അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ LDF അതൊരു പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമായി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ നിന്ന് നോക്കുമ്പോഴും പ്രകടമായി കാണാവുന്ന ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ മലയോര ഹൈവേ ആയാലും അപ്പുറത്ത് ഹൈവേയുടെ പണി, അതിൽ നിങ്ങൾക്ക് പങ്കാളിത്തം നിങ്ങൾ അവകാശപ്പെടും. അപ്പോൾ ആ നിലയ്ക്ക് പരസ്പരം ഇരു കൂട്ടരും അവകാശപ്പെടുന്ന ഒരു പങ്കാളിത്തം അതിനകത്തുണ്ട്. ആ കാര്യത്തിൽ മുജീബ് പിന്നീട് മറുപടി പറയുമായിരിക്കും. എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പ്രകടമായി മുന്നിൽ നിൽക്കുന്ന ചില മാറ്റങ്ങളുണ്ട്. അപ്പോൾ മാറി നിന്ന് നിങ്ങൾ നോക്കുമ്പോൾ ഈ ഇരു മുന്നണികളിൽ ആര് നേട്ടമുണ്ടാക്കും അതുകൊണ്ട് എന്നാണ് കരുതുന്നത്? അല്ല, അതിലേക്ക് വരുന്നതിന് മുൻപ് ഒരു മറുപടി പറയേണ്ടതുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലെ സഖ്യത്തെക്കുറിച്ച് നമുക്ക് ബാധകമല്ല, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറല്ല. പക്ഷേ അസാമിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ലീഗിൻ്റെ പ്രതിനിധി
തയ്യാറാകുന്നു. അതിനകത്തൊരു വൈരുദ്ധ്യമുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിലേക്കോ ആസാമിലേക്കോ പോകേണ്ടതില്ല. വേങ്ങരയിലെ ലീഗിൻ്റെ സ്ഥാനാർത്ഥി ഉയർത്തിയതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വർഗീയത ആരോപിക്കുന്നതുകൊണ്ട്. സത്യത്തിൽ ഇതൊരു മതവർഗീയതയും മതവും ഇതൊരു വിഷയമേ ആയിരുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ശ്രദ്ധിച്ച് നോക്കൂ. ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് വർഗീയമായ പരാമർശം ആരുടെ ഭാഗത്തു നിന്നാണ് ആദ്യം ഉണ്ടായതെന്ന് നോക്കിയാൽ, മാധ്യമപ്രവർത്തകർക്ക് പരിശോധിച്ചാൽ അത് KM ഷാജിയാണ്. മുസ്ലിം ലീഗ് ഇന്നേ വരെ മുസ്ലിം ലീഗ് പറയാത്ത തരത്തിലുള്ള വാക്കുകൾ അത് അംഗീകരിക്കുന്നു. മലപ്പുറത്ത് ജനിച്ചു വളർന്ന ആളാണ് ഞാൻ ലീഗിനെ എൻ്റെ ആയുസ് മുഴുവൻ കാണുന്ന ആളാണ്. പക്ഷേ ഇന്നേ വരെ മുസ്ലിം ലീഗ് എടുക്കാത്ത ഒരു നിലപാട് KM ഷാജി എടുത്തു. അതിനെ മറ്റുള്ള തങ്ങൾമാരോ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള നേതാക്കന്മാർ ഓൺ ചെയ്യുന്നു എന്ന് പറയില്ല, പക്ഷേ അതിനെ തള്ളി പറയാൻ തയ്യാറായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. KM ഷാജി പറഞ്ഞ എന്താണ്? ഷാജി പറഞ്ഞത് 10 വർഷക്കാലം തങ്ങൾക്ക് നഷ്ടപ്പെട്ട അധികാരം, ന്യൂനപക്ഷങ്ങൾക്ക് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷത്തിന് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാൻ വേണ്ടി. എന്താണ് ഇതിൻ്റെ കാര്യം? അതാണ് പറയുന്നത്. സതീശൻ്റെ മന്ത്രിസഭ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മന്ത്രിസഭ ഉണ്ടായാൽ ഞങ്ങൾ നേരത്തെ തന്നെ പറയുന്നതാണ്, പ്രധാനപ്പെട്ട 80% പണവും കൈകാര്യം ചെയ്യുന്ന ലീഗുകാരാണ്. അതാണ് ഞങ്ങളുടെ ആരോപണം. വിദ്യാഭ്യാസം, പൊതുമരാമത്ത്, വ്യവസായം, തദ്ദേശ സ്വയംഭരണം, IT, ഈ മുഴുവൻ 80% പണവും കൈകാര്യം ചെയ്യുന്ന ലീഗുകാരാണ്. അപ്പോൾ ഈ കോൺഗ്രസിൻ്റെ പണി എന്താ? കോൺഗ്രസ് പോലീസ് സംവിധാനം, ആഭ്യന്തരം, പിന്നെ അന്ന് മാണിയായിരുന്നു പണം പിരിച്ചിരുന്നത് ധനകാര്യം, ഇവർക്ക് വേണ്ട സംവിധാനം ഒരുക്കി കൊടുക്കുക. അപ്പോൾ UDF എന്ന് പറയുന്ന സംവിധാനത്തെ പൂർണ്ണമായിട്ട് മുസ്ലിം ലീഗ് ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. മുസ്ലിം ലീഗിനോട് ഞങ്ങൾക്ക് ആ തരത്തിലുള്ള രാഷ്ട്രീയ വിരോധമല്ല പറയുന്നത്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും അധികം പദ്ധതികൾ നടപ്പിലാക്കിയ ജില്ലാ പഞ്ചായത്താണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത്. ഇസ്മായിൽ മൂത്തേടോ ഇരുന്ന കാലത്ത് നിങ്ങൾക്കറിയാം, ഇഷ്ടം പോലെ റോഡുകളാണ് പ്രധാനമന്ത്രി ഗ്രാം സഡക്ക് യോജനയിലൂടെ മലപ്പുറത്തുണ്ടായത്. വികസന കാര്യത്തിൽ മുസ്ലിം ലീഗിനെയോ മുസ്ലിം സമുദായത്തെയോ മാറ്റി നിർത്തുന്നതല്ല പ്രശ്നം. പക്ഷേ ഷാജി പറയുന്നത് മനസ്സിലാവുന്നില്ല. ഷാജി അത് മാത്രമല്ല ഷാജി പറയുന്നത്, ഷാജിയുടെ മതമാണ് പ്രശ്നമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടുത്തെ കേരളത്തിലെ ഹൈന്ദവ സമൂഹം എന്താണ് ഞങ്ങളുടെ കുറ്റം ഹിന്ദു ലീഗ് ഉണ്ടാക്കാത്തതാണോ എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? ഒന്ന് ഈ ഷാജിയുടെ പ്രസംഗം, അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ നേർസാക്ഷിയായി അന്ന് കോഴിക്കോട് നടന്ന സമ്മേളനത്തിൽ വേദിയിലുണ്ടായിരുന്ന യൂത്ത് ലീഗിൻ്റെ ഭാരവാഹി എന്നുള്ളത് വേദിയിലുണ്ടായിരുന്ന ആളാണ് ഞാൻ. ഷാജി മതമാണ് പ്രശ്നം എന്ന് പറയുന്നത് എന്താണെന്നറിയാം? മറ്റുള്ളവൻ്റെ മതമാണ് എന്നല്ല. ഷാജി പറഞ്ഞ കാര്യം, അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ഈ ലീഗിൻ്റെ പരിസരത്തിന് ഈ കുട്ടികൾ പോകുക വഴി അവർ മതനിരാസത്തിലേക്കും ഏറ്റവും ലൈംഗിക വൈകൃതങ്ങളിലേക്കും അവരുടെ സ്വതന്ത്ര ചിന്തകളിലേക്കുമാണ് കടന്നു പോകുന്നത്. അഥവാ ഈ ലീഗിൻ്റെ പരിസരം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിനപ്പുറം ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു പ്രതലം കൂടി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കോളേജ് ക്യാമ്പസുകളിലും പഠനശാലകളിലും നൽകുന്നുണ്ട്. ഇവർ പറയുന്നു അടിസ്ഥാനപരമായി മതമല്ല പ്രശ്നം, എരിയുന്ന അതിന് ഷാജി പറഞ്ഞ മറുപടി പറയാം. ഷാജി പറഞ്ഞത് മറ്റുള്ളവൻ്റെ മതമാണ് എന്നുള്ളതല്ല. ഈ മതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ലിമിറ്റേഷൻസ് ആണ്. ലിമിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾ വിളിച്ചു പറയുന്ന ഈ എല്ലാ തരത്തിലുള്ള തുറന്ന ലൈംഗികത പോലുള്ള ഇതിനകത്ത് വിശ്വാസപരമായി ഒരു വിശ്വാസി പാലിക്കേണ്ട ചില കൃത്യതകളുണ്ട്. അത് ഇതിനകത്ത് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വിശ്വാസപരമായ ബാധ്യതയാണ്. അതിനാൽ ആ മതത്തിൻ്റെ നിഷ്കർഷകളാണ് പ്രശ്നം. അത് ആരോടാ പറയുന്നത് അറിയോ? ഈ മതവുമായി ബന്ധപ്പെട്ട് വിശ്വസിക്കുന്ന ആളുകളോടാണ്. മറ്റുള്ളവരുടെ മതവുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ കാര്യം ചോദിച്ചിട്ട്, ഈ താങ്കൾ ബാബറി മസ്ജിദ് കാലം മുതൽ പറഞ്ഞു തുടങ്ങിയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ പ്രസംഗത്തിൻ്റെ ഒരു സാഹചര്യം കൂടി ചോദിച്ചാൽ, ഈ മതമാണ് പ്രശ്നം എന്ന് പരാമർശിക്കപ്പെടുന്ന സാഹചര്യം എന്തുകൊണ്ടാണ്? മതമല്ല പ്രശ്നം എന്നുള്ള ഒരു മുദ്രാവാക്യം നിലനിൽക്കുന്നതുകൊണ്ടാണ്. ആ മുദ്രാവാക്യം സംഘപരിവാറിനെതിരെ CPIM ഉയർത്തി. മതനിരാസവുമായി ബന്ധപ്പെട്ട് CPM-ന്റെയും SFI-യുടെ ഒക്കെ നേതൃത്വത്തിൽ ആസൂത്രിതമായി ആ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അതിന് CPM-ന്റെ നേതാക്കന്മാർ കാർമ്മികത്വമൊക്കെ വഹിക്കുകയും ചെയ്ത് അത് താല്പര്യമുള്ള ആളുകൾ അത് സ്വീകരിക്കുന്നതിനല്ല. അത് എക്കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊരു CPM-ന്റെയും SFI-യുടെയും ഒക്കെ ഒരു കോർ അജണ്ടയായി അവരതിന് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പശ്ചാത്തലം ഉയർന്നു വന്ന് അത്തരത്തിലുള്ള വാർത്തകൾ നിരന്തരമായി വരുന്നൊരു പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു സമ്മേളനത്തിൽ വെച്ച് പറയാണ് നിങ്ങളുടെ മതമാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിശ്വസിക്കുന്ന മതം നിങ്ങൾക്ക് ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്. പള്ളി അമ്പലവും അല്ല പണിയേണ്ടത്, പള്ളിയോ അമ്പലവും അല്ല പള്ളിക്കൂടം പണിയണം എന്നൊക്കെയാണ് മുദ്രാവാക്യം. അപ്പൊ അതിനകത്തൊന്നും ഒരു ഭാഗം മാത്രമാണ് എടുത്ത് ഇത് പറയുമ്പോൾ തെറ്റായി വ്യാഖ്യാനിക്കരുത്. നിങ്ങളുടെ മതമാണ് ഇത്തരത്തിൽ
ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നതിന് തടസ്സം എന്ന രീതിയിലാണ് ഷാജി പറയുന്നത്. അതായത് ഇത്തരത്തിലുള്ള സാമ്പത്തിക കാര്യങ്ങൾ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുക അത് രാഷ്ട്രീയമാണ്. അത് രാഷ്ട്രീയമാണ്. ഇത് വേണമെങ്കിൽ അങ്ങനെ വെക്കാൻ. ഇദ്ദേഹത്തിന് കൗണ്ടർ ചെയ്യാനുണ്ട്. നമ്മുടെ നാട് ഒരു മതേതര രാജ്യമാണ്, സെക്കുലർ രാജ്യമാണ്. ഇവിടെ മതവിശ്വാസികളുടെ എല്ലാ വിശ്വാസങ്ങളെയും സംരക്ഷിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPIM. ഇടതുപക്ഷം ഒരു തർക്കവും ഞങ്ങൾ സമ്മതിച്ചില്ല. പക്ഷേ മതവും രാഷ്ട്രീയവും ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ നാടിനെ വർഗീയവാദികൾക്ക് അടിയറ വെക്കുന്ന രൂപത്തിലേക്കുള്ള നിലപാടാണ് പലപ്പോഴും മുസ്ലിം ലീഗും ഇപ്പുറത്ത് സംഘപരിവാറും എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ നാടിനകത്ത് അർഹതപ്പെട്ട ഒരു വിഹിതം പോലും ഇവിടെ നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് ഈ സംസ്ഥാന ഗവൺമെന്റിന് അർഹതപ്പെട്ട ഞാൻ പറയട്ടെ വിഹിതം പോലും ഈ സംസ്ഥാന ഗവൺമെന്റിന് തരാത്ത രൂപത്തിലേക്കാണ് നിൽക്കുന്നത്. KM ഷാജിയെ സംബന്ധിച്ച് അഴീക്കോട് മത്സരിക്കുന്ന വേളയിൽ ഷാജി ഇറക്കിയ നോട്ടീസ് ഉണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട MLA സുമേഷ് കൊടുത്ത കോടതിയിൽ പോയ കാര്യമൊക്കെ ഉണ്ട്. അതിന്റെ വിശദാംശങ്ങളൊന്നും ഷാജിയാണോ വലിയ വർഗീയവാദി എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? രണ്ട് വർഗീയവാദം ഞങ്ങൾ എതിരാണ്, ഒരു സംശയമില്ല. കാരണം അതിനൊരു പ്രശ്നം ഞങ്ങൾ സമ്മതിച്ചില്ല. ഷാജിയെ പോലെ മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ സമ്മതിച്ചില്ല. നിലപാട് എല്ലാ കാലത്തും ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അത് ഭൂരിപക്ഷ വർഗീയത ആയി കഴിഞ്ഞാലും ന്യൂനപക്ഷ വർഗീയത ആയി കഴിഞ്ഞാലും വർഗീയതയ്ക്ക് ഷാജി ആദ്യം മത്സരിക്കുന്നത് യൂത്ത് ലീഗിന്റെ ഭാരവാഹിയായിരിക്കുമ്പോൾ ഇരുവപുരത്താണ്. ഇരുവപുരത്ത് പോയിട്ട് പരസ്യമായി പ്രസംഗിക്കുകയാണ്, എനിക്ക് ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ട എന്ന് കേരള രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് പ്രസംഗിച്ച ഏതെങ്കിലും ഒരു നേതാവ് ഉണ്ടെങ്കിൽ KM ഷാജി മാത്രമാണ്. അവിടെ കഴിഞ്ഞു. അതിനുശേഷം പിന്നെ ഇവിടെ വന്നു, അഴീക്കോട് തെരഞ്ഞെടുപ്പ് വന്നു. അഴീക്കോട് തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും ഈ സുമേഷ് അല്ല, അതിന് മുമ്പ് നികേഷ് മത്സരിച്ച സമയത്താണ് ഈ ഉണ്ടാക്കിയെടുത്ത വാറോല ഉപയോഗിച്ചിട്ടാണ് കോടതി പോയത്. കോടതി എന്താ, കോടതിയിൽ നിന്ന് അതിൽ വന്ന അന്തിമമായിട്ടുള്ള ജഡ്ജ്മെൻറ്റ് എന്താണ്? KM ഷാജിക്ക് അനുകൂലമായിരുന്നു. അഴീക്കോട് മത്സരിച്ചപ്പോഴും ഇരുവപുരത്ത് മത്സരിച്ചപ്പോഴും ഇപ്പോൾ വേങ്ങര മത്സരിക്കുമ്പോഴും വർഗീയതക്കെതിരെ ഷാജി മാത്രമല്ല, ഞാൻ അദ്ദേഹം ഷാജിയെ പറഞ്ഞതുകൊണ്ട് ഷാജിയെ പറയുന്നു, മുസ്ലിം ലീഗ് എടുക്കുന്ന ഒരു നിലപാടുണ്ട്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാബരി മസ്ജിദിന്റെ തകർച്ചയുടെ കാലഘട്ടത്തിലും ലീഗിന്റെ രൂപീകരണ ഘട്ടം മുതൽ ഇതുവരെയുള്ള നിലപാടാണ്. അതുകൊണ്ടാണ് താങ്കൾ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഞാനങ്ങ് പോയി അത് പൂർത്തിയാക്കും. അതായത് ഷാജി ഇപ്പൊ അരീക്കോട് പറഞ്ഞത് സിറാത്ത് പാലം കടക്കില്ല നികേഷ് എന്നാണ്. അത് അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് വിട്ടുകളഞ്ഞേക്കാം. പക്ഷെ ആ നോട്ടീസിൽ കൃത്യമായി എഴുതിയതാണ്. അതൊക്കെ കേരളം ചർച്ച ചെയ്ത വിഷയമാണ്. കേരളം ചർച്ച ചെയ്ത് കോടതിയിൽ വന്ന വിഷയമാണ്. അതിപ്പോ നോട്ടീസ് തരാം നിങ്ങൾക്ക്. നോട്ടീസ് തരാം. പൂർത്തിയാക്കട്ടെ. ആ നോട്ടീസ് കോടതിയിൽ തെളിയിക്കപ്പെട്ടു. പ്രശ്നം അതല്ല. ആ നോട്ടീസ് KM ഷാജി ഇറക്കിയതാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞോ കോടതി? ശരിയാണ്. അത് ലീഗിന്റെ ആള് പറയുന്നത് ശരിയാണ്. അത് തെളിയിക്കാൻ കോടതിയിൽ പറ്റില്ല. നിങ്ങൾ പറയുന്ന കാര്യല്ലേ, നമുക്ക് വിരോധമൊന്നുമില്ല. അത് KM ഷാജി ഇറക്കിയതാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ശരിയാണ്. അദ്ദേഹത്തിന് അറിയുന്ന ആരെങ്കിലും ഇറക്കിയതാണെന്നാണ് KM ഷാജി കോടതിയിൽ വാദിച്ചത്. CPM ഇറക്കിയൊന്നുമല്ല, CPM കോടതിയിൽ പോയിട്ട് അയോഗ്യനാക്കുന്ന സാഹചര്യം ഉണ്ടായല്ലോ. ഇടതുപക്ഷ സുഹൃത്ത് പറഞ്ഞു ഈ മതത്തിന്റെ സംരക്ഷകരാണ് എന്ന് ഇടതുപക്ഷ സുഹൃത്ത് പറഞ്ഞു. ഞങ്ങൾക്ക് സന്തോഷം. പക്ഷെ എല്ലാ മതത്തിന്റെയും സംരക്ഷകരാണെന്നാണ് പറഞ്ഞത്. അല്ല, നമുക്ക് സന്തോഷമാണ്. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ ഞങ്ങളുടെ അയ്യപ്പന്റെ സ്വർണം മുഴുവൻ എടുത്തുകൊണ്ട് പോകുന്നിടത്ത് സംരക്ഷിക്കാൻ പിണറായി വിജയനോ ഈ കൂട്ടരോ ഉണ്ടായില്ല എന്ന വിഷമുണ്ട്. പകരം അവിടെ തങ്കത്തിന് പകരം ചെമ്പ് കൊണ്ട് വെച്ചവരാണ് സഖാക്കൾ. പറയാതിരിക്കാൻ വയ്യ. എല്ലാവരുടെയും സംരക്ഷിക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ സംഘടിതമായ വോട്ട് ബാങ്കില്ല, ശരിയാണ്. എന്നാലും ഞങ്ങളുടെ ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ, വിശ്വാസങ്ങളെ ഒക്കെ സംരക്ഷിക്കേണ്ട ചുമതല ഉണ്ടായിരുന്നില്ലേ? എന്നാൽ ആ സഖാക്കളെ സഖാക്കളെ നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു ബന്ധപ്പെട്ട ആളുകളെയും സംരക്ഷിക്കുന്നില്ല എന്ന് അസന്നിഗ്ധമായി പറഞ്ഞ പാർട്ടിയാണ് CPIM. അത്തരം ഒരു തട്ടിപ്പിനെയും സഹായിക്കുന്ന പാർട്ടിയല്ല. ആ വിശ്വാസികൾക്ക് അനുകൂലമായ നിലപാടെടുക്കുന്ന രാഷ്ട്രീയ. ശരി. പക്ഷേ ഇതിനകത്ത് സഖാവ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞങ്ങളെ ഒരു 20 വർഷമായിട്ടാണ് BJP കേരളത്തിൽ എമർജ് ചെയ്ത് വന്നത്. ഈ ഹൈന്ദവ വിശ്വാസികൾ മുഴുവൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ചോരയും നീരും കൊടുത്തതും ബലിദാനികളും ഒക്കെ ആയതാണ്. അവരുടെ വിശ്വാസത്തെയാണ് തകർക്കപ്പെട്ടത്. അതിനാണ് കൂട്ടുനിന്നത്. അതിന് മറുപടി നിങ്ങൾ പറയേണ്ടി വരും. നമ്മൾ ഇതുവരെ ആദ്യത്തെ അരമണിക്കൂർ ഏതാണ്ട് പിന്നിടുമ്പോൾ ഞാൻ 2-3 തവണ ആവർത്തിച്ച് ഇവിടുത്തെ വികസന വിഷയങ്ങളിലേക്കൊക്കെ പോകാൻ ശ്രമിച്ചെങ്കിലും അവിടേക്ക് പോകുന്നില്ല ഇവിടുത്തെ ചർച്ച എന്നുള്ള ഒരു പ്രശ്നമാണ് തൽക്കാലമുള്ളത്. പ്രേക്ഷകരിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അത്തരം വിഷയങ്ങളിലേക്കാണ് നമുക്ക് ഇനിയിപ്പോൾ ചോദ്യങ്ങളിലേക്ക് പോകേണ്ടത്. ആരോടാണ് ചോദ്യം എന്ന് പറഞ്ഞിട്ട് ചോദിച്ചോളൂ. ചോദ്യം
ആദ്യം നിങ്ങൾ പറഞ്ഞതിൽ തിരുത്തുണ്ട്. 94 ഗ്രാമപഞ്ചായത്ത് മലപ്പുറം ജില്ലയിലുള്ളത്. അതിൽ 3 പഞ്ചായത്തുള്ളൂ LDF ഭരിക്കണത്. ഞാൻ 5 നിങ്ങൾ 5 അത് പഞ്ചായത്ത് മാത്രമല്ല, ഞാൻ 12 ഉദ്ദേശിച്ചത്. മുനിസിപ്പാലിറ്റിയില് ഒരു മുനിസിപ്പാലിറ്റി കഷ്ടിച്ച് അവിടെ ജയിച്ചു അല്ല, ഉണ്ട്. പോയത്. അപ്പൊ 40 കൊല്ലമായ പെരിന്തൽമണ്ണയും കൂടി ലീഗ് പിടിച്ചു. എന്നിട്ട് ഇയാൾ പറഞ്ഞു കുറെ സീറ്റ് പിടിക്കും. ആ സീറ്റ് എണ്ണം പറഞ്ഞ തിരക്കില്ല. പിന്നെ 4 5 സ്ഥാനാർത്ഥി 2 സ്ഥാനാർത്ഥികൾ, ഒരാൾ ആനൂരിലെ മന്ത്രിയാണ്, അത് പ്രചാരണത്തിന് അവിടെ ഒളിച്ചോടി പോയി. വേറൊരു സ്ഥാനാർത്ഥികളെ കൂടുതലാങ്ങാടിക്കാരനാണ്, അയാള് പ്രചാരണത്തിൽ ഇറങ്ങിയില്ല. എന്നിട്ട് അയാൾ പറഞ്ഞു കുറെ സീറ്റ് LDF-നോട് ഏതൊക്കെ സീറ്റ് ജയിക്കുമെന്ന് പറഞ്ഞ തിരക്കില്ല. ഏതൊക്കെ സീറ്റ് അത് അവസാനം ഞാൻ ചോദിക്കാൻ വെച്ചിരുന്നത്, അതാണ് വേറൊരു കുഴപ്പം. അല്ല, അടുത്ത ആളാരാ ചോദിച്ചോളൂ. ആരോടാ ചോദ്യം? രണ്ടാളോട് ഒരു കാര്യം പറയാണ്ട് എന്നിട്ട് ചോദ്യം ചോദിക്കാം. ഈ ഇലക്ഷനില് ഏറ്റവും കൂടുതൽ വർഗീയമായിട്ട് പറഞ്ഞ 2 പാർട്ടിയാണ്, ഒന്ന് CPM, ഒന്ന് BJP. BJP ചെയ്തതെന്ന് വെച്ചാൽ നമ്മളെ ഗുരുവായൂരിൽ മത്സരിക്കേണ്ട ഗോപാലകൃഷ്ണന് അവിടെ മുസ്ലിങ്ങൾ മാത്രമാണ് മത്സരിക്കണുള്ളൂ. ഇവരായിട്ട് ഒരു BJP MLA വന്നിട്ടില്ല. ആദ്യത്തെ വർഗീയതമായിട്ട് പറഞ്ഞു. CPM പറഞ്ഞത് പേരാമ്പ്ര ഫാത്തിമ തഹലിയെ കുറിച്ച്. ഇപ്പൊ കൗമ അയക്കുന്നുണ്ട്. ആദ്യം ഇതേനോ കാഫിറ് സ്ക്രീൻഷോട്ടൊക്കെ കഴിഞ്ഞ് ഇപ്പൊ കൗമ എത്തിക്കണം. ആ നിലപാടിൽ ഇവർക്ക് എന്താ പറയാനുള്ളതെന്നുണ്ട്. പിന്നെ ഇന്നെ സംബന്ധിച്ച് ഒരു കൂലിപ്പണിക്കാരൻ നിന്ന നിലയ്ക്ക് എനിക്ക് ഇതൊന്നല്ല വിഷയം. ഇവിടെ വില കൂടിയിട്ട് ചില കറണ്ട് ബില്ല് കൂടിയിട്ടുണ്ട്, വെള്ള ബില്ല് കൂടിയിട്ടുണ്ട്, വീടിന് കരം കൂടിയിട്ടുണ്ട്. ഈ കാര്യത്തിൽ ഈ CPM ഇത്ര കാലം CPM-നോടാണ് ചോദ്യം. CPM-നോടാണ് ചോദ്യം. തെരഞ്ഞെടുപ്പ് എനിക്ക് മനസ്സിലാവും, തെരഞ്ഞെടുപ്പ് പരിപാടിക്കിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ കോളുകൾ വരും. പറഞ്ഞു. ഇതിൽ മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിനകത്ത് വലിയ മുന്നേറ്റം ജില്ലക്കകത്ത് ഉണ്ടാക്കും, ഒരു സംശയമില്ല. പിന്നെ തിരൂരിൽ മത്സരിച്ചു അബ്ദുറഹിമാൻ മിശ്ർ, അദ്ദേഹത്തിൻ്റെ ജന്മനാട്. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ അല്ല, അദ്ദേഹം 10 കൊല്ലം പാർട്ടി തീരുമാനിച്ച് താഞ്ഞൂർ മത്സരിക്കാനായിരുന്നു. അവിടെ ജയിച്ചതിനു ശേഷം ഇപ്രാവശ്യം അദ്ദേഹം തിരൂർ തൻ്റെ നാടാണ്, അവിടെ മത്സരിക്കാൻ തീരുമാനിച്ച് സ്വാഭാവികമായിട്ടും പാർട്ടി പറഞ്ഞു, ആവശ്യപ്പെട്ട് മത്സരിച്ചു. ഞാൻ ചോദിക്കട്ടെ, വേങ്ങര മണ്ഡലത്തിൽ ഇത്രകാലം MLA ആയിരുന്ന കുഞ്ഞാലിക്കുട്ടി എന്ത് മലപ്പുറത്തേക്ക് മാറിയത്? നിങ്ങൾ പറയ്. അദ്ദേഹം പറഞ്ഞെന്താണ്? അദ്ദേഹത്തിൻ്റെ നാടാണെന്നല്ലേ? അതേപോലെ നാട്. അപ്പം 2 നീതി പറയൂല. ആ രീതിയിൽ കാര്യം മുന്നോട്ട് പോയിക്കൂടാ. അത് കൃത്യമായി പ്രഖ്യാപിച്ചതാണ്. പിന്നെ അദ്ദേഹം താനൂർ മത്സരിക്കാൻ തീരുമാനിച്ചു, തിരൂർ മത്സരിക്കാൻ തീരുമാനിച്ചു. ഞാൻ ചോദിക്കട്ടെ, പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി അവിടെ മങ്കട മണ്ഡലത്തിൽ ഞങ്ങളവിടെ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നു. അവിടെ ഞാൻ പറയട്ടെ മങ്കട മണ്ഡലത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന സാഹചര്യത്തിൽ പണ്ട് ഞങ്ങൾ മഞ്ഞളാംകുടി അലിക്ക് പിന്തുണ കൊടുത്തിരുന്നു. മഞ്ഞളാംകുടി ജയിക്കുമ്പോൾ സാഹചര്യം ഉണ്ടായി. അദ്ദേഹം ലീഗ് പോയി. ഇപ്പോൾ അവിടെ കുന്നത്ത് മുഹമ്മദ് മത്സരിക്കാൻ വേണ്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച നോമിനേഷൻ കൊടുത്തപ്പം ഞങ്ങൾ സഖാവ് അലിവിനെ പിൻവലിച്ചു, അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തു. ഒരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിയുമ്പോൾ അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനം. ആ ഉപയോഗപ്പെടുത്തുക ചെയ്തത്. പിന്നെ വർഗീയവാദമൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇവിടെ വടകര പാർലമെന്റ് ഇലക്ഷനിൽ ശൈല ടീച്ചർ മത്സരിച്ചപ്പം ആരാ വർഗീയത ഇറക്കിയത്? CPM അല്ല. ശൈല ടീച്ചർക്കെതിരായി അതിന്റെ പ്രതികളെ പിടിച്ചല്ലോ. അതിന്റെ പ്രതികളെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഒരാളും CPM-ന്റെ ആളല്ല, അത് ലീഗുമായി ബന്ധപ്പെട്ട ആളുകളെയാണ് പിടിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഒരു തർക്കമില്ലാത്ത കാര്യം. അതിൽ കൂടുതൽ ചർച്ചയ്ക്ക് പോകണ്ട. ഒരാളെ പിടിച്ചിട്ടുണ്ട്, ഒരു പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു. ശരിയാ. ആദ്യത്തെ ചോദ്യം ആരോടാ? എനിക്ക് 2 ആളുകളോടാണ്. ഒന്ന് BJP, ഒന്ന് ലീഗ്. പിന്നെ ജനാധിപത്യത്തിൽ ഇന്ത്യയിലെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും എല്ലാ സ്ഥലങ്ങളിലും പോയി വോട്ട് ചോദിക്കാം. പാലക്കാട് UDF സ്ഥാനാർത്ഥി വോട്ട് ചെയ്യാൻ പോയപ്പോൾ BJP-ക്കാർ തടഞ്ഞു. അത് ശരിയാണോ എന്നാണ് BJP. ലീഗിനോട് കോട്ടപ്പടി അവിടെ ചന്താൻ മഞ്ഞ പെയിൻ്റ് അടിച്ചൊരു സാധനം ഇട്ട് 10 കൊല്ലമായി ഒരു വികസനം നടത്താത്ത ഏക സ്ഥലം ഈ മലപ്പുറം മുനിസിപ്പാലിറ്റിയാണ്. അത് എന്താണ് സംഭവം എന്നുള്ളത് ഇത് നോക്കാം. നിങ്ങൾ എത്ര ഇതൊക്കെ ഒരു സാധനം കുറേ പെയിൻ്റ് അടിച്ചക്കൊണ്ട് ഇവിടെ, കുറേ പെയിൻ്റ് അടിക്കാത്ത ഇവിടെ. ഇങ്ങനത്തെ ഒരു സാധനം മലപ്പുറത്ത് ഈ കോലത്തിലാണ് മുസ്ലിം ലീഗിൻ്റെ ഭരണം. ഇതിനെക്കുറിച്ച് എന്താ നമ്മളെ ആൾക്ക് പറയാനുള്ളത്? ഇവിടെ പാലക്കാട് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പാണിത്. പാലക്കാടിൻ്റെ പ്രശ്നം എന്താ? UDF-ന്റെ MLA വ്യാപകമായി നാട് നീളം നടന്ന് സ്ത്രീകളെ പീഡിപ്പിച്ചതിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ടു.
പുറത്താക്കപ്പെട്ടു. അതവിടെ നിൽക്കട്ടെ, അത് തന്നെ പറയണേ, പുറത്താക്കപ്പെട്ടു. അത് കഴിഞ്ഞ് ഞാനത് പറഞ്ഞോട്ടപ്പാ. അപ്പൊ അത് കഴിഞ്ഞ് ഇലക്ഷനൊക്കെ തുടങ്ങിയപ്പോൾ എന്താ, അടുത്ത കൗൺസിലർ പുറത്താക്കപ്പെട്ടു. കൗൺസിലർ ഒരു സ്ത്രീയെ, അച്ഛനും അമ്മയിലും ഇല്ലാത്ത ഒരു സ്ത്രീയെ പീഡിപ്പിച്ചതിന് ശേഷം ആ റൂമിൽ വെച്ച് തൻ്റെ ആശാനാണെന്ന് പറഞ്ഞ് ഷാഫി പറമ്പിൽ MBയെ ഫോൺ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുന്നു, പീഡനം നടക്കുന്ന റൂമിൽ വെച്ച്. അതിനെക്കുറിച്ച് ചോദിച്ചപ്പം അവർ പറഞ്ഞത് വ്യക്തിപരമായ കാര്യമാണ്, ബലാത്സംഗം വ്യക്തിപരമായ കാര്യമാണെന്ന് പിഷാരടി പറഞ്ഞു. ആ പിഷാരടിയെ പാലക്കാട്ടെ അമ്മമാർ തടഞ്ഞു വെച്ചിട്ട് പറഞ്ഞു ബലാത്സംഗം വ്യക്തിപരമായ, അത് മാപ്പ് പറയണം, അതിന് മാപ്പ് പറയണമെന്നാണ് പിഷാരടിയോടുള്ള സ്ത്രീകളാണ് തടഞ്ഞു വെച്ചത്. അവരുടെ ആവശ്യം എന്താണ്? തടഞ്ഞു വെച്ചവരുടെ ആവശ്യം നിങ്ങൾ ബലാത്സംഗികളെ പിന്തുണച്ചുകൊണ്ടുള്ള ആ പ്രസ്താവന പിൻവലിക്കണം, മാപ്പ് പറയണം എന്നാണ് ആവശ്യം. മാപ്പ് പറഞ്ഞിട്ട് പ്രചരണം നടത്തണം. UDFന്റെ സ്ഥാനാർത്ഥി അവിടെ മാപ്പ് പറയണം. ഈ രണ്ടുപേരെ പിന്തുണയ്ക്കുന്നതിന് മാപ്പ് പറയണം. ഈ വികസനം എന്ന് പറയുമ്പോൾ എല്ലായിടത്തും വികസനം ഇവർ പ്രധാനപ്പെട്ട മുദ്രാവാക്യമായി മുന്നോട്ട് വെക്കുന്നു. പക്ഷെ മലപ്പുറത്തിന്റെ കാര്യത്ത് വരുമ്പോൾ ഇവിടെ ലീഗിന് അതിനകത്ത് ഒരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം കാണിക്കുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. രണ്ട് കാര്യം. ഒന്ന്, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചോദ്യം ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആദ്യം അതൊന്ന് പറയാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ മലപ്പുറം ജില്ലയിൽ നിന്ന് വിജയിച്ച MLA-മാർക്ക് കഴിഞ്ഞ ഈ 10 വർഷത്തെ ബഡ്ജറ്റ് എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും അവസാനത്തെ ബഡ്ജറ്റിൽ ഈ നിയോജക മണ്ഡലത്തിലെ MLA-ക്ക് CPM മന്ത്രിസഭയിൽ നിന്ന് അനുവദിച്ച് 1 കോടി രൂപ മാത്രമാണ്. ഒരേ 1 കോടി രൂപ ഈ മലപ്പുറം നിയോജക മണ്ഡലത്തിലെ MLA-ക്ക് മാത്രമല്ല, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ MLA-മാരായും തൊട്ടടുത്ത് വന്ന മഞ്ചേരിയിൽ നിന്നാവട്ടെ, ഇപ്പുറത്തുനിന്ന് വന്ന മങ്കടയിൽ നിന്നാവട്ടെ, എല്ലാ MLA-മാർക്കും 1 കോടി രൂപ മാത്രമാണ്. ഞാൻ പറയാം അത് നിങ്ങൾ ഒറ്റപ്പെട്ട ഏറനാട് നിയോജക മണ്ഡലം, അതിനെക്കുറിച്ച് നമുക്ക് വസ്തുതയിലേക്ക് വരാം. ബാക്കി ഈ നിയോജക മണ്ഡലങ്ങളിലെല്ലാം 1 കോടി രൂപ കഴിഞ്ഞ് പിന്നെ മേജർ പ്രോജക്റ്റുകളൊക്കെ ജസ്റ്റ് നെയിം ചെയ്തു, ടോക്കൺ എമൗണ്ട് 100 രൂപ വെച്ചു. ഈ ഒറ്റപ്പെട്ട കിഫ്ബിയുമായി ബന്ധപ്പെട്ട് വന്ന മേഖല, കിഫ്ബിയുടെ ഫണ്ട് ഇവിടെ കാര്യമായിട്ട് വന്നത്, കിഫ്ബിയുടെ വന്നത് കുറച്ച് റോഡിൻ്റെയും ഹോസ്പിറ്റലിൻ്റെയും കേസിൽ ഏറനാട് നിയോജക മണ്ഡലത്തിൽ വന്നിട്ടുണ്ട്. അത് തന്നെ ഒന്നുകൂടി പറയാം, ഏറനാട് നിയോജക മണ്ഡലത്തിൽ വന്ന ഫണ്ട് എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ അത് ഏറനാട് നിയോജക മണ്ഡലത്തിൻ്റെ മാത്രം അതിർത്തിയിൽ വരുന്നില്ല. അത് കഴിഞ്ഞാൽ തിരുവമ്പാടിയുടെ ഭാഗം വരുന്നുണ്ട്, പിന്നീട് അത് കൊയിലാണ്ടി വരെയുള്ള പാതയാണ്. സമ്പൂർണ്ണമായി അവഗണിച്ചു. ഈ പറഞ്ഞത് ഘടക തെറ്റാണ്. കാരണം ഞാൻ കൊണ്ടോട്ടി അസംബ്ലി മണ്ഡലത്തിലെ വോട്ടർ കൂടിയാണ്. അവിടുത്തെ MLA TV ഇബ്രാഹിം അദ്ദേഹം അടിച്ചിറക്കിയൊരു ബുക്കുണ്ട്. 1069 കോടി രൂപ ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ വ്യത്യസ്ത പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പറയട്ടെ, വികസനവുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ചു എന്നാണ് കണക്ക്. ആ പൈസ മുഴുവൻ ഈ സംസ്ഥാന ഗവൺമെന്റ് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ബെർണാഡ് MLA പറഞ്ഞല്ലോ, എന്തേ ഉപയോഗിലേക്ക് MLA-ക്ക് നടപ്പിലാക്കാൻ ഗവൺമെന്റ് അല്ല. വികസനത്തിന്റെ കാര്യത്തിൽ ഇവരോട് യോജിപ്പാണ്. വികസനമില്ല എന്നൊരു അഭിപ്രായം NDA-ക്കില്ല. വികസനം കാണണമെങ്കിൽ നമ്മൾ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ മുതൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ വരെ പോയാൽ 155 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. 2004 മുതൽ 2014 വരെ ലീഗും കോൺഗ്രസും CPM ഒന്നിച്ച് ഭരിച്ചപ്പോൾ ആകെ 4 കോടി രൂപയുടെ വികസനമാണ് റെയിൽവേയിൽ നടന്നത്. ഇപ്പൊ 155 കോടി രൂപയുടെ വികസനം നടന്നിട്ടുണ്ട്. അതാണ് മലപ്പുറത്തിനുള്ള വികസനം. ഇനി നമ്മൾക്ക് ഈ പ്രകടന പത്രികയെ കുറിച്ചാണ് ചോദിക്കാനുള്ളത്. ക്ഷേമ പെൻഷനോട് അനുബന്ധിച്ചുള്ള ഇപ്പോൾ നിലവിലെ ക്ഷേമ പെൻഷൻ 2000 രൂപയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഈ 10 വർഷം LDF നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്, മാസം മുടങ്ങാതെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് പെൻഷൻ 15 മുതൽ 18 മാസം വരെ ബെൻഡിങ് ആയി നിൽക്കുന്നു. എനിക്കറിയാം 10,000 15,000 പിണറായി സർക്കാർ വന്നതിന് ശേഷം കൊടുത്തിട്ടുണ്ടായിരുന്നു. 18 മാസം കൊടുക്കാതെ നിന്ന ഈ 600 രൂപ പെൻഷന് 18 മാസം, അത് 10 മാസമുള്ളതിന്റെ 15 മാസം 18 മാസം വരെ കൊടുക്കാതെ നിന്ന സർക്കാരായിരുന്നു. അവർ 2 കൂട്ടർ 3000 തരാന്ന് പറഞ്ഞിട്ടുണ്ട്. LDF-ഉം UDF-ഉം 3000 തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കൊടുക്കാൻ കഴിയോ? പിന്നെ വേറൊരു ചോദ്യം കൂടെ, ഇപ്പോ കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയില് 20 മാസം 25 മാസം പെൻഷൻ കൊടുത്തിട്ടില്ല. ഇപ്പൊ കേസിൽ പോയി കിടക്കുകയാണ്. അപ്പൊ ഈ കോൺഗ്രസിനെ എങ്ങനെ വിശ്വസിക്കും ജനങ്ങളെ? അതാണ് ചോദിക്കാനുള്ളത്. പിന്നെ ഒരു ചെറിയൊരു കാര്യം
ഇപ്പൊ ഷാജിനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യത്തെ ഇപ്പൊ ഷാജിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, നമ്മള് മതമാണ് പ്രശ്നം. അത് മാത്രമല്ല ഷാജിന്റെ പ്രശ്നം. ഷാജി ഇപ്പൊ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ഈ സമുദായത്തിനും വേണ്ടിയിട്ടാണ് ഭരണം പിടിക്കാനുള്ള ഒരു പ്രസ്താവന കൂടെ ഇല്ലേ? ക്ലിയർ ചെയ്യാം. ഷാജി പറഞ്ഞ അങ്ങനല്ല, ഈ സമുദായത്തിന് വേണ്ടിയിട്ടെന്നല്ല, സമുദായത്തിന് വേണ്ടി കൂടിയാണെന്ന് പറയാം. അത് ഷാജി എന്നല്ല, ലീഗിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ ഉണ്ട്, അത് ഷാജി പറഞ്ഞതല്ല, അത് മഹാനായ മർഹൂം CH മുഹമ്മദ് കോയ സാഹിബ് പറഞ്ഞൊരു കാര്യമുണ്ട്. അധികാരത്തിലിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് CH പറഞ്ഞിട്ടുണ്ട്, അന്യ സമുദായത്തിന്റെ ഒരു തലനാഴിക ഞങ്ങൾക്ക് വേണ്ട, എന്റെ പാവപ്പെട്ട സമുദായത്തിന്റെ ഒരു മുടിനാരിക ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. ഷാജി പറഞ്ഞ എന്താണെന്നറിയോ? സമുദായത്തിന് ഇത്രയധികം നിഷേധാത്മക സമീപനം എടുത്ത ഒരു കാലഘട്ടം LDFന്റെ 10 വർഷം പോലെ ഇല്ല. അവിടെ ഷാജി പറഞ്ഞത് CH പറഞ്ഞതിന്റെ പതിറ്റാണ്ടുകൾക്ക് ശേഷം ഷാജി പൂരിപ്പിക്കുന്ന ഒരു വാക്ക് എന്താണെന്ന് നമ്മൾ 2500 കൊടുക്കാന്ന് പറഞ്ഞു, 2000 കൊടുത്തു. നിങ്ങൾ കൊടുത്തിട്ടില്ല ആന്ധ്രയിൽ നിന്നാണ് പറയുന്നത്. ആ അവസ്ഥ ഇവിടെ ഉണ്ടാവുമോ എന്നുള്ളതാണ് 3000 കൊടുക്കാമെന്ന് പറയുമ്പോഴത്തെ ഒരു ചോദ്യം. 3000 കൊടുക്കുന്ന ശ്രീ VD സതീശൻ വളരെ കൃത്യമായി പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഇപ്പം 6 ലക്ഷം കോടിയിലേറെ രൂപയാണ് സ്റ്റേറ്റിൻ്റെ ഇപ്പോഴത്തെ കടം. ഈ അവസാനം 3000 ചില്ലറ കോടി ഇപ്പോഴും നിലവിലെടുത്തു. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേന്ദ്രവും സ്റ്റേറ്റും തമ്മിലുള്ള ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ കേന്ദ്രം ചെയ്യേണ്ട, സ്റ്റേറ്റിനോട് കാണിക്കേണ്ട ഒരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ചെയ്യേണ്ട ഒരു ബാധ്യതയുണ്ട്. ആ കാര്യത്തിൽ സ്റ്റേറ്റ് എപ്പോഴും CPMന്റെ മന്ത്രിമാർ പറയുന്നൊരു കാര്യമുണ്ട്, കേന്ദ്രം നൽകേണ്ട സ്റ്റേറ്റിൻ്റെ വിഹിതം പല GSTയുടേതാവട്ടെ, സെൻട്രൽ ഫിനാൻഷ്യൽ സ്പെഷ്യൽ ഗ്രാൻഡ് ആവട്ടെ, എല്ലാത്തിൻ്റെയും കാര്യത്തിൽ സ്റ്റേറ്റിനോട് ഒരു വിയോജിപ്പുണ്ട്. അതിൽ ആ പറയുന്നതിൽ ഒരു പരിധി വരെ ശരിയുണ്ടെങ്കിലും മറ്റൊരു ചോദ്യം, അവർ പറഞ്ഞത് BJP മുഖ്യമന്ത്രി അല്ലാത്തത് കൊണ്ടാണ് സ്റ്റേറ്റിന് കിട്ടാത്തത്. അങ്ങനെയാണെങ്കിൽ ആ പറഞ്ഞത് വാദത്തിന് വേണ്ടി സമ്മതിക്കാം. എന്നാൽ കർണാടകയിൽ സിദ്ധാരാമയ്യയും തമിഴ്നാടിൽ സ്റ്റാലിനും ഈ പറഞ്ഞ തെലങ്കാനയിൽ ദേവറെഡ്ഡിയും ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ MP മാർ, സോറൻ ജാർഖണ്ഡിൽ ചെയ്തതുപോലെ BJP ഇതര മുഖ്യമന്ത്രിമാർ ഇതിനെ ഓവർകം ചെയ്യുന്നതിനെടുക്കുന്ന ഒരു ടാക്ടിക്സ് ഉണ്ട്. അത് മുഖ്യമന്ത്രിയായ പിണറായി വിജയനും ആ ടാക്ടിക്സ് കഴിയുന്നില്ല. അവർ കൊടുക്കുന്നില്ല എന്നുള്ളത് ശരി. ഇതിനെ ടാക്ടിക്സോട് കൂടി മറികടക്കാൻ ഏറ്റവും അധികം ടാക്ടിക്സോട് കൂടി ഈ കാര്യങ്ങൾ നീക്കുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഈ സർക്കാരിന്റെ ഞാൻ പറയട്ടെ, തനതായ ഫണ്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ വികസന കാര്യങ്ങൾ മുടങ്ങാതെ നിൽക്കുകയാണ്. 4000 കോടി രൂപയാണ് മാർച്ച് 31 ട്രഷറി കഴിഞ്ഞിട്ട് നിൽക്കുന്നത്. ഇപ്പൊ നിൽക്കുന്നുണ്ട്. പൂർണ്ണമായി ചെലവഴിച്ചു. ഇത് കൂട്ടി പറയണം. 4000 കോടി രൂപ ചോദിച്ചു. മലപ്പുറം ജില്ലന്റെയും മലപ്പുറം മണ്ഡലത്തിന്റെ ആസ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത്. മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ചെയർമാൻ ആയിട്ടുണ്ട്, MLA ആയിട്ടുണ്ട്. അന്നുണ്ടായിരുന്ന മലപ്പുറം നഗരസഭ ഉണ്ടായിരുന്ന അറവുശാല, കോട്ടപ്പടി മാർക്കറ്റ്, ആശുപത്രി, അറവുശാല, കോട്ടപ്പടി മാർക്കറ്റ്, ഈ 3 ഇപ്പോൾ ഇല്ല, പ്രവർത്തിക്കണില്ല. അപ്പൊ അതിന് ആരാണ് ജയിച്ചു വരുന്നത് വെച്ചാൽ അതിനൊരു പരിഹാരം കാണണമെന്നാണ്. വികസനത്തിന്റെ കാര്യത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉള്ള സമയത്തുള്ള സാധനം ഇപ്പൊ ഇല്ല. അറവുശാല ഇല്ല, കോട്ടപ്പടി മാർക്കറ്റ് പൊളിച്ചിട്ടിട്ട് 5 വർഷമായി. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇത്തവണ ഇവിടെ മത്സരിക്കുന്നുണ്ടല്ലോ. ഇപ്രാവശ്യം കുഞ്ഞാലിക്കുട്ടി സാഹിബ് വിജയിക്കുകയും ഐക്യജനാധിപത്യത്തിന്റെ മന്ത്രിസഭയിൽ പ്രധാനപ്പെട്ട വകുപ്പുണ്ടാവുകയും 5 വർഷക്കാലം ഈ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ചെയർമാനായിരുന്നു. അപ്പൊ 5 വർഷക്കാലം അദ്ദേഹത്തിന് നടപ്പിലാക്കാൻ കഴിയാത്തത് അദ്ദേഹം ചെയർമാനായിരുന്നു. ഒന്ന് നടപ്പിലാക്കാൻ കോട്ടപ്പടി മാർക്കറ്റ് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള KUDRFCയിൽ നിന്ന്, കേരള അർബൻ ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷനിൽ നിന്ന് വായ്പ എടുത്ത് നിർമ്മാണം നടക്കുന്ന മാർക്കറ്റ് പ്രോജക്റ്റാണ്. അതിൻ്റെ ഫേസ് 1 നിലവിൽ പൂർത്തിയായിട്ടുണ്ട്. ഇനി ഫേസ് 2 പൂർത്തിയാവണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഡ്രെയിനേജ് സിസ്റ്റം കൂടി കണക്ടിവിറ്റി കൊടുക്കേണ്ടതുണ്ട്. ആ ഡ്രെയിനേജ് കൂടി പൂർത്തിയായാൽ അതിന്റെ ഫേസ് 1 ലോഞ്ച് ചെയ്യാൻ കഴിയും. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ജയിച്ചു വരേണ്ട കാര്യമില്ല. ലീഗ് ഭരിക്കുകയാണേ, ഒരാളോട് ഒരൊറ്റ ചോദ്യം. കർണാടകയിൽ 300 വീടുകൾ രാത്രിക്ക് JCB ഉപയോഗിച്ച് തച്ച് തകർത്തിട്ട് അന്നത്തെ മുഖ്യമന്ത്രി, അവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞു അത് വീട് കൊടുക്കും. NDAക്ക്
ഈ മലപ്പുറം ജില്ലയിൽ ഏതെങ്കിലും ഒരു സീറ്റ് വിജയിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ടോ? അല്ല, മലപ്പുറം ജില്ല അടക്കമുള്ള ജില്ലകൾ, ഇപ്പൊ മലപ്പുറം ജില്ലയിൽ NDA വിജയിക്കും. കാരണം എന്താ വെച്ചാൽ ഈ ഇന്ത്യയിലെ 18% വരുന്ന ന്യൂനപക്ഷങ്ങളിൽ തുച്ഛമായ 2% താഴെ ലീഗ് നോക്കുന്നുള്ളൂ. ബാക്കി UP-യിലെയും ഈ രാജ്യത്തെ മുഴുവൻ ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമവും ഐശ്വര്യവും ഉറപ്പുവരുത്തുന്നത് BJP-യുടെ പ്രധാന മുഖ്യമന്ത്രിമാരുമാണ് നോക്കണേ. എല്ലാവർക്കും വികസനം എത്തിക്കാനുള്ള NDAയുടെ ശ്രമത്തിന്റെ ഒപ്പം ഞങ്ങൾ അബ്ദുള്ള കുട്ടിയെ നിർത്തിയില്ല. നിങ്ങൾ MP ആക്കിയിരുന്നെങ്കിൽ കേന്ദ്രത്തിൽ മന്ത്രിയാവില്ലായിരുന്നു. നിങ്ങൾ ചെയ്യണ്ടേ? ഞങ്ങൾ മലപ്പുറത്ത് അബ്ദുള്ള കുട്ടിയെ നിർത്തി കഴിഞ്ഞ വർഷം ലഭിച്ചതിനേക്കാൾ ഏറെ സീറ്റുകൾ കിട്ടും. മറ്റൊരു കാര്യം കൂടി, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞത് നടപ്പിലാക്കുന്ന ഗവൺമെന്റാണ് LDF-ന്റെ ഗവൺമെന്റ്. പെൻഷൻ 3000 കൊടുക്കും എന്ന് പറഞ്ഞാൽ 3000 കൊടുക്കും. കുടിശ്ശികയില്ലാതെ കൊടുക്കുന്നു മാത്രമല്ല, ഈ മാസത്തെ പെൻഷൻ കൂടി ഗവൺമെന്റ് കൊടുത്തു. മാത്രമല്ല, മതന്യൂനപക്ഷങ്ങളെ ഏറ്റവും സംരക്ഷിച്ച ഗവൺമെന്റാണ് LDF-ന്റെ ഗവൺമെന്റ്. സീറ്റിൽ മലപ്പുറം ജില്ലയിൽ ജയിക്കും. 325 രൂപയാണ് വില. മലപ്പുറം ജില്ലയിൽ ഇക്കഴിഞ്ഞ ജില്ലാ പഞ്ചായത്തിൽ വിജയിച്ചതുപോലെ 100-ൽ 100 UDF വിജയിക്കും. ഈ മലപ്പുറം ജില്ലയിൽ മലപ്പുറം മണ്ഡലത്തിൽ നിന്ന് നമ്മൾ ഈ ചർച്ചയിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്തായാലും ഈ വികസന പ്രശ്നങ്ങൾക്ക് അപ്പുറത്ത് മറ്റൊട്ടേറെ പ്രശ്നങ്ങൾ, സാമുദായിക പ്രശ്നങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യാനുണ്ടായിരുന്നു. ഇതെല്ലാം എങ്ങനെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.